നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ആരെയും ഉപദ്രവിക്കില്ല, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ. ഒരമ്മയെന്ന് കുഞ്ഞിനെ വേർപിരിക്കുന്നത് കടുത്ത തെറ്റാണെന്ന തിരിച്ചറിവ് എനിക്കുണ്ട്. കാരണം ഞാനൊരു അനാഥനായ സന്തതിയാ. എവിടെ എന്റെ മോള്? എവിടെ ഒളിപ്പിച്ചിരിക്കുന്നേ? പറ പറ, എന്റെ ദേമോള് എവിടെ? എനിക്ക് എന്റെ ദേമോളെ വേണം. എനിക്ക് താ എന്റെ ദേമോളെ, എനിക്ക് തരാൻ. വന്ദന, എന്താ ഇത്? എനിക്കറിയില്ല വന്ദന ചേച്ചിക്ക് ഇത് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ചേച്ചിയുടെ സ്വന്തം അനിയത്തിയുടെ ഭർത്താവല്ലേ ഞാൻ. എനിക്ക് ദിയമോളെ തട്ടിക്കൊണ്ടുവരേണ്ട കാര്യം എന്താ? ഞാൻ അങ്ങനെ ചെയ്യുവോ? ചെയ്യും. എന്ത് ചെയ്യാൻ മടിക്കാത്തൊരു രാക്ഷസ ജന്മം നിന്റേത്. കുഞ്ഞിനെ തരാതെ ഞാൻ വിടില്ല. ജഗൻ, നിങ്ങളെ വന്ദനിച്ച കൂട്ടുകാരനല്ലേ? എന്നെ കണ്ടിട്ട് ഒരു ക്രിമിനൽ ആണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ആരെയും ഉപദ്രവിക്കില്ല, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ. ഒരമ്മയെന്ന് കുഞ്ഞിനെ വേർപിരിക്കുന്നത് കടുത്ത തെറ്റാണെന്ന തിരിച്ചറിവ് എനിക്കുണ്ട്. കാരണം ഞാനൊരു അനാഥനായ സന്തതിയാ. രാത്രി എന്റെ തോട്ടത്തിൽ നിങ്ങൾ അതിക്രമിച്ച് കയറിയത് ഞാൻ അറിഞ്ഞു. ഞാനൊരു ക്രിമിനൽ ആയിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടുമായിരുന്നോ? കൊന്നു കളയുമായിരുന്നില്ലേ? ഭാര്യയെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഞാൻ അവളുടെ ചേച്ചിയുടെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ തോന്നുന്നുണ്ടോ? ദിയമോളെ, നിങ്ങൾ നന്നായിട്ട് അന്വേഷിക്കുക. പോലീസ് സ്റ്റേഷനിൽ അന്വേഷണം സ്പീഡപ്പാക്കാൻ ഞാനും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ജഗൻ, രാത്രിയാണ്. ഈ സ്ഥലം അത്ര നല്ലതല്ല. വന്ദനേച്ചി ഒറ്റയ്ക്കാക്കി എങ്ങോട്ടും പോകരുത്. സൂക്ഷിക്കണം. ठीक है. വന്ദനെ,
വിക്രത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് അയാൾ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയതായിട്ട് തോന്നുന്നില്ല. അയാൾ കൊടും ക്രിമിനലാണെന്നല്ലേ വന്ദന പറഞ്ഞത്? വന്ദന കയ്യേറ്റം ചെയ്തിട്ടും അയാൾ ക്ഷമയോടെ ചിരിച്ചു നിന്നതല്ലേ ഉള്ളൂ. അതാ എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ. എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് ഇവിടുന്ന് പോവാം. മോളില്ലാതെ ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോവും? വിഷമിക്കാതെ, ദീമോളെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. എന്ത് ത്യാഗം സഹിച്ചും മോളെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. വന്ന് വണ്ടി കയറ്, വാ. നേരെ ഒരുപാടായി. കാര്യമൊക്കെ ശരി തന്നെയാ. പക്ഷെ ഗർഭിണിയായി ഇവളെ ഉറക്കളച്ച ആകെ കുഴപ്പാവും. നല്ല മഞ്ഞും തണുപ്പുണ്ട്. നിങ്ങൾ പോയി കിടന്നോ. കുഴപ്പമില്ല അമ്മ. അല്ല മോളെ, മോള് പോയി കിടന്നോ. ചെല്ലു മോളെ. വാ ഹരിതേ, പതുക്കെ. വന്ദനയെ ഫോണിൽ വിളിച്ച് അന്വേഷണമൊക്കെ മതിയാക്കിയിട്ട് വരാൻ പറയാമേ. പോലീസിൽ പരാതി കൊടുത്തിരിക്കല്ലേ, ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കോളും. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ അവരന്വേഷിക്കട്ടെ. നമുക്ക് പോയി കിടന്നുറങ്ങാം, വാ. നീ എന്താ പ്രകാശ് പറയുന്നത്? ഈ വീട്ടിലെ കുട്ടിയെ തന്നെയല്ലേ കാണാതായിരിക്കുന്നത്? കഷ്ടം. വന്ദന അങ്ങനെയാണ് പറയുന്നതെന്ന് കരുതി ആ മണ്ടത്തരം അമ്മ പറയരുത്. എന്താ പ്രകാശേട്ടാ വാക്കുകൾ മാറ്റി മാറ്റി പറയുന്നേ? ഇടയ്ക്ക് കുട്ടിയോട് ഭയങ്കരമായ സ്നേഹം, കുഞ്ഞിനെ കാണാതായതിൽ സങ്കടം. ഇപ്പൊ അതൊക്കെ മാറിയോ? ഏയ്, അതുകൊണ്ടല്ല. പിന്നെ ഇപ്പൊ കുട്ടിയോട് വല്ലാത്ത അകൽച്ചയും വെറുപ്പും വന്നതുപോലെ. മനസ്സിലുള്ള ഇഷ്ടമൊക്കെ ഒതുക്കി എപ്പോഴും പ്രായോഗികമായി ചിന്തിക്കണം. അങ്ങനെ ആവണം മനുഷ്യര്. നിന്റെ മോനെയാണ് കാണാതായതെങ്കിൽ നീ ഇങ്ങനെ പറയുമായിരുന്നോ? അപ്പോഴും നിന്റെ ചിന്ത ഇങ്ങനെ പ്രായോഗികമായിട്ടിരിക്കോ? എന്റെ മോനെയും വലിഞ്ഞേറി വന്ന കുട്ടിയെയും ഒരുപോലെ കാണരുത്. അങ്ങനെ കാണുന്നതാ ഈ വീട്ടിലെ ഏറ്റവും വലിയ കുഴപ്പം. സുയിത്രേ, വാ. നീ പോകുന്നില്ലേ മോളെ? ഇല്ല, പോയാലും ഒരു പോലെ കണ്ണടയ്ക്കാൻ പറ്റില്ല. ഡിയമോളെ കുറിച്ച് വിവരം കിട്ടുന്നത് വരെ ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല. ചിലപ്പോ എനിക്ക് തോന്നും ഞങ്ങൾക്ക് ജനിച്ചത് ആ പോയ പ്രകാശനല്ല, ഈ നിൽക്കുന്ന നീയാണെന്ന്. അമ്മ, ചന്ദ്രു, നല്ല തണുപ്പുണ്ട്. ഇനിയും തണുപ്പുണ്ടാ പ്രശ്നമാവും. പോയി കിടന്നോ. വേണ്ട മാധവേട്ട, എനിക്കൊരു സമാധാനമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.